ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 രീതിയിലുള്ള ഇമ്പാക്റ്റുകളാണ്. അതായത് എക്കണോമിക്, എൻവിയോൺമെൻറ്റ്, സോഷ്യൽ. ഈ 3 തലത്തിൽ ടൂറിസം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇന്ത്യൻ എൻവിയോൺമെൻറ്റിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും എക്കണോമിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3 രീതിയിലുള്ള, അതായത് 3 രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്, സോഷ്യൽ, എൻവിയോൺമെൻറ്റ്. ഈ 3 രീതിയിലെ ഇമ്പാക്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെ മാക്സിമൈസ് ചെയ്യാമെന്നുള്ളതും, അതേപോലെ കോസ്റ്റ് ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ടു മാക്സിമൈസ് ബെനിഫിറ്റ്സ് ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം. ടൂറിസം കൊണ്ടുണ്ടാകുന്ന എക്കണോമിക് ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണ്? പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിങ് ന്യൂ മണി ഇൻ ടു ദി കമ്മ്യൂണിറ്റി. ടൂറിസ്റ്റുകൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ നാട്ടിലേക്ക് ഇൻകം വരും. ഹെൽപ്പ് ഡൈവേഴ്സിഫൈ ആൻഡ് സ്റ്റെബിലൈസ് ദി ലോക്കൽ ഇക്കോണമി. സ്വാഭാവികമായിട്ടും നമ്മളെ സാധനങ്ങളും വാങ്ങിക്കാൻ ടൂറിസ്റ്റുകൾ റെഡി ആവുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ ഇക്കോണമിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അട്രാക്ട് അഡീഷണൽ ബിസിനസ് ആൻഡ് സർവീസസ് ടു സപ്പോർട്ട് ടൂറിസം ഇൻഡസ്ട്രി. ഈ ടൂറിസം ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഡീഷണലായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ വരും. ട്രാവൽ ഏജൻസി, അതൊക്കെ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്നാൽ ചില റിക്രിയേഷൻ ഫെസിലിറ്റീസും, അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു മെയിൻ അവിടെ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ബീച്ച് കാണാൻ പോയി. സ്വാഭാവികമായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബിസിനസ്സുകൾ, ലോക്കൽ ബിസിനസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കടല കച്ചവടമാവാം, അതല്ലെങ്കിൽ ഒരുപാട് ടോയ്സുകൾ വിൽക്കുന്നതാവാം. അതായത് അഡീഷണൽ ബിസിനസ് നമ്മുടെ ടൂറിസത്തിന് കൊണ്ടുവരും. അതൊരു എക്കണോമിക് ബെനിഫിറ്റാണ്. മേ ബി എ കാറ്റലിസ്റ്റ് ഫോർ അതർ ഇൻഡസ്ട്രി ആൻഡ് ബ്രിങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഏരിയ. മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. ക്രിയേറ്റ് ലോക്കൽ ജോബ്സ് ആൻഡ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ടൂറിസം കൊണ്ടുണ്ടാകുന്ന അടുത്തൊരു എക്കണോമിക് ഇമ്പാക്റ്റാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഇൻക്രീസ് എക്സ്പാൻഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ബിസിനസ്. നിലവിലുള്ള ബിസിനസ്സുകൾക്ക് ഒരുപാട് വളർച്ചയും അതുപോലെ ഒരുപാട് എക്സ്റ്റൻഷനും, അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനോട് അനുബന്ധിച്ച് തന്നെ പുതിയ ബ്രാഞ്ചസോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കോൺട്രിബ്യൂട്ട് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സ് ബേസിസ്. നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ എന്ത് ചെയ്യും, ടൂറിസം കൊണ്ട്, ഇൻഡസ്ട്രി കൊണ്ട് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഹെൽപ്പ് സപ്പോർട്ട് ലോക്കൽ ബിസിനസ് ദാറ്റ് മൈറ്റ് നോട്ട് സർവൈവ് ഓൺ റെസിഡൻഷ്യൽ ഇൻകം അലോൺ. ചില ആൾക്കാർക്ക് ലോക്കൽ ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടു ചിലവ് വീട്ടിൻ്റെ സാധാരണ ചിലവുകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള നമ്മളൊരു ഒരു വരുമാനമാണ് സത്യത്തിൽ പല സാധാരണക്കാർക്കും ടൂറിസം കൊണ്ട് ലോക്കൽസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ജസ്റ്റ് ജനറലായിട്ട് പറയാനുള്ള എക്കണോമിക് ബെനിഫിറ്റുകൾ. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ കോസ്റ്റാണ് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്. ഒന്നാമത്തെ, ഇമ്പോസ് ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ടു ഡെവലപ്പ് ടൂറിസം. ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാനും അതേമാതിരി ഓപ്പറേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റുകളുണ്ടാവും. ടൂറിസം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതൊരു എക്സാമ്പിളാണ് ടൂറിസത്തിൻ്റെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കോസ്റ്റുകൾ വരുന്നുണ്ട്. രണ്ടാമത്തത്, പ്ലേസ് ഡിമാൻഡ്സ് ഓൺ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ എക്സീഡ് വാട്ട് ലോക്കൽ ടാക്സ് ബേസ് സപ്പോർട്ട്. പിന്നെ വരുന്നത്, മേ ഇൻഫ്ലേറ്റ് പ്രോപ്പർട്ടി വാല്യൂ ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ ഞാൻ ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റിക്വയർ കസ്റ്റമർ സർവീസസ് ട്രെയിനിങ് എംപ്ലോയീസ്, ബിസിനസ് ഓണേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റെസിഡൻസ്. മേ ബി cyclical and impacted by forces outside the community's control. Reduce local economic benefits if the developers comes to outside the community. May causes the economic and employment distortions if development is not
ജിയോഗ്രഫിക്കലി ബാലൻസ്ഡ്. സ്വാഭാവികമായിട്ടും ഒരു ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ആകുന്ന സമയത്ത് ഇതുപോലത്തെ കോസ്റ്റുകൾ സ്വാഭാവികമാണ്. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഒരു പുതിയൊരു ബിസിനസ് സെറ്റ് ചെയ്യാനും അതേമാതിരി അതിൻ്റെ ഓപ്പറേഷനുമായിട്ട് ഒരുപാട് ചിലവുകളുണ്ട്. ടൂറിസം ഇൻഡസ്ട്രിയിൽ വരുന്ന എക്സ്പെൻസുകളാണെന്ത്, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതേപോലെ ലോക്കൽസിന് ചില സ്ഥലത്ത് നിന്ന് നമുക്ക് അവരെടുത്തുന്ന സ്ഥലം കിട്ടില്ല, അവരെടുത്തുന്ന ഒരു കോപ്പറേഷനും കാര്യങ്ങളും കുറയും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അവിടെ ഹൈ പ്രൈസായിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസിന്. അപ്പോൾ ഇതൊക്കെ ടൂറിസത്തെ വളരെ എക്കണോമിക് പരമായിട്ട് കോസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേപോലെ എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി അവിടുത്തെ ആൾക്കാർക്ക് ലോക്കൽ പീപ്പിൾസിന് നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുക്കണം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽസിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു കാരണവശാലും ഒരു ടൂറിസം എന്ത് ചെയ്യില്ല, ഡെവലപ്പ് ആവില്ല. പിന്നെ വരുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ടുള്ള കുറച്ച് കോസ്റ്റുകൾ. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഇനി അത് എങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്യാമെന്നാണ്. ടെക്നിക്സ് ടു മിനിമൈസ് ദ എക്കണോമിക് കോസ്റ്റ്. യൂസ് ടൂറിസം ഡെവലപ്മെൻറ്റ് ആസ് എ സപ്ലിമെൻറ്റ് ടു, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അതർ സോഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. മറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ തന്നെ ടൂറിസം ഒരു മേജർ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്നും അതിലെങ്ങനെയൊക്കെ കോസ്റ്റ് കുറക്കാമെന്നുള്ള രീതിയിൽ ചിന്തിക്കണം. എന്നാൽ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് മാത്രമായിട്ട് മാറാൻ പാടില്ല. യൂസ് ലോക്കൽ ക്യാപിറ്റൽ, ഗുഡ്സ്, സർവീസസ്, ലേബേഴ്സ്, എക്സ്പേർട്സ് വെനെവർ ഇസ് പോസിബിൾ. നമ്മൾ ടൂറിസം ഒരു ഏരിയയിൽ ഡെവലപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ലേബേഴ്സിനെയും അവിടുത്തെ സർവീസസും അവിടുത്തെ ഗുഡ്സും ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ആ സർവീസസൊക്കെ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽസിൻ്റെ സപ്പോർട്ടും കിട്ടും, അതുപോലെ കോസ്റ്റും കുറയും. ഇൻവോൾവ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ രണ്ട് കൂട്ടരും, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുപോലെ എന്ത് ചെയ്യണം, ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം. പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ടു ആൻഡ് ട്രെയിനിങ് ടു ഫോസ്റ്റർ ലോക്കൽ ബിസിനസ് ഓണർഷിപ്പ്. ലോക്കൽ ബിസിനസ് ഓണേഴ്സിന് വ്യക്തമായ ടൂറിസത്തെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിൽ ടൂറിസത്തിൻ്റെ സർവീസസ് ടൂറിസ്റ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്ലിമെൻറ്റ് ടൂറിസം അവയർനെസ് പ്രോഗ്രാം ഫോർ ലോക്കൽ ബിസിനസ്മാൻസ്. ലോക്കൽ ബിസിനസ്സിനെ പറ്റി അവർക്ക് എന്ത് ചെയ്യണം, ഈ ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ എല്ലാ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എസ്റ്റാബ്ലിഷ് പ്രോഗ്രാം ടു എൻഷുർ അഫോർഡബിൾ ഹൗസ് ആൻഡ് റെസിഡൻറ്റ്. അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രോഗ്രാമും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. ഇത് ചെയ്യുന്നതിന് കുറച്ച് കോസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലുള്ള ഒരു ലോങ് റണ്ണിക്ക് കോസ്റ്റ് ഒരുപാട് ബെനിഫിറ്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ എക്കണോമിക് പരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള നമ്മളെ ബെനിഫിറ്റ്സും അതിൽ വരുന്ന കോസ്റ്റുകളും അതെങ്ങനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ടൂറിസം. ടൂറിസത്തിന് വരുന്ന എൻവിയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് ഇമ്പാക്ട്സ്, നമ്മളതിൻ്റെ ബെനിഫിറ്റ്സാണ് ആദ്യം നമ്മൾ വായിച്ചു പോകുന്നത്. ഫോസ്റ്റർ കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക് റിസോഴ്സസ്. ഇൻക്രീസ് ലോക്കൽ എൻവിയോൺമെൻറ്റൽ അവെയർനെസ്. മേ എൻകറേജസ് കമ്മ്യൂണിറ്റി ബ്യൂട്ടിഫിക്കേഷൻ, revitalization and environmental quality. May improve local urban rural landscape through facility development. May stimulate improvement of infrastructure, airport, roads, water, waste, sewage. May be cleaner than other industries. ഇത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന നമ്മളെ പ്രകൃതിപരമായിട്ട് എൻവിയോൺമെൻറ്റിന് ആ ഒരു ഏരിയയ്ക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റാണ്. ഒന്നാമത്തത് ലോക്കൽ അവെയർനെസ്. ലോക്കൽസിന് ആ ഏരിയനെ പറ്റി നന്നായിട്ട് അവെയർനെസ് ഉണ്ടാവും. അവിടുത്തെ പ്രകൃതിയും അതുപോലെ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ ലോക്കൽ കമ്മ്യൂണിറ്റി നന്നായിട്ട് എൻകറേജ് ചെയ്യും. ഈ ഭാഗത്തുള്ള അവിടെ നശിപ്പിക്കാതെയും നല്ല എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും എപ്പോഴും വന്ന് കാണാവുന്ന ഒരു സ്ഥലമായി മാറ്റാൻ വേണ്ടിയിട്ട് ലോക്കൽസിനെ അവെയർ ചെയ്യും. അതേപോലെ നമ്മളെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിൽ പോലും നല്ല വൃത്തിയും വെടുപ്പോട് കൂടിയിട്ട് ആ ഗ്രാമത്തെ മാറ്റിയെടുക്കാൻ ടൂറിസത്തിന് കഴിയും. അതേപോലെ എയർപോർട്ടുകൾ, അവിടേക്കുള്ള റോഡ് ഫെസിലിറ്റീസ്, വാട്ടറൊക്കെ വളരെ നല്ല, അതായത് വേസ്റ്റ് വെള്ളം പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റും ഇല്ല, കാണാൻ ഒരു രസമില്ല, ആൾക്കാർ വരില്ല. അപ്പോൾ അങ്ങനെ വെള്ളം മലിനമാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കും. പിന്നെ അതേമാതിരി ഒരു പ്രോപ്പർ ചാനലുണ്ടാവും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ. ഈ മലിനജലവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ഓടകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നല്ല ക്ലീൻ ആൻഡ് ഫിനിഷായിരിക്കും. ഇത് ഒരു ടൂറിസം കൊണ്ട് ഒരു പ്രദേശത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ എൻവിയോൺമെൻറ്റൽ ബെനിഫിറ്റാണ്.
ഇനി അതിന് കുറച്ച് കോസ്റ്റുകളുണ്ട്. എൻവയോൺമെൻറ്റൽ കോസ്റ്റ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, മേ കോസ്റ്റ് ദ എൻവയോൺമെൻറ്റ് ഹസാർഡ് ഡ്യൂ ടു പൂർ ആൻഡ് ലാൻഡ്സ്കേപ്പ് യൂസ് ദ പ്ലാനിംഗ് ആൻഡ് ഫെസിലിറ്റി ഡിസൈൻ, മേ ക്രിയേറ്റ് ലാൻഡ് യൂസ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് അർബൻ ആൻഡ് റൂറൽ സ്പ്രോസ്, may degrade quality of natural and historic site, may increase water, air and noise pollution, may result in visual architectural pollution, may create solid waste problems, may bring overcrowding and traffic cognitions. ഇത് അതിന് വരുന്ന എൻവയോൺമെൻറ്റ് വരുന്ന കോസ്റ്റുകളാണ്. ഒന്നാമത്, നമ്മൾ വലിയ ഡെവലപ്പാക്കാൻ പോലെ വലിയ സ്ഥലമൊന്നുമില്ല, ലാൻഡ്സ്കേപ്പൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എൻവയോൺമെൻറ്റ്, അതായത് ഒരുപാട് ടൂറിസം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അത് നല്ല നഷ്ടമായിരിക്കും അവിടെ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ അർബൻസിൻ്റെയും ലോക്കൽസിൻ്റെയും അത് എപ്പോഴും ഒരു മാറാൻ റെഡി അല്ലാത്ത ഒരുപാട് സൊസൈറ്റികളുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരും അവിടെയും പ്രശ്നമാണ്. പിന്നെ ഹിസ്റ്റോറിക് പ്ലേസിനും അതേമാതിരി അവിടുത്തെ നേച്ചറിനൊന്നും വലിയൊരു വാല്യൂ ഇല്ല, ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ടൂറിസം ഡെവലപ്പ് ആവില്ല. അതേപോലെ ഒരുപാട് വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷനൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെയും ടൂറിസം ഡെവലപ്പ് ആവില്ല. ഇനിയിപ്പോൾ ടൂറിസം ഡെവലപ്പായി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പൊല്യൂഷൻസൊക്കെ അവിടെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ, കൂടുമെന്നല്ല. അതേപോലെ എന്താ പറയുക, വിഷ്വൽ പൊല്യൂഷൻസ് ഉണ്ടാവും, സോളിഡ് വേസ്റ്റ് പ്രോബ്ലം. ആൾക്കാർ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താവും, അവിടെ വേസ്റ്റേജ് കൂടും. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ആ ടൂറിസത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവൽ. പിന്നെ അതുപോലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷന് കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിയിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ഓവർ ക്രൗഡിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആൾക്കാർക്ക് എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. അതേപോലെ അവിടെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ടെക്നിക്സ് ടു മിനിമൈസ് ദ എൻവയോൺമെൻറ്റൽ കോസ്റ്റ്. ആ എൻവയോൺമെൻറ്റൽ കോസ്റ്റിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്നുള്ളത് നോക്കുന്നത്. എൻവയോൺമെൻറ്റ് ലാൻഡ് യൂസ് ദ പ്ലാനിങ് ആൻഡ് സോണിങ് ലോ പ്രയോർ ടു ടൂറിസം ഡെവലപ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമായിരിക്കണം അവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. ഡിസൈൻ ഹോട്ടൽ ആൻഡ് ടൂറിസം ഫെസിലിറ്റീസ് റിഫ്ലക്ട് ലോക്കൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്. നമ്മൾ ഒരു വലിയ സ്ഥലത്ത് ഒരുപാട് അടച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കടലിൻ്റെ അടുത്ത് നമ്മളൊരു ഹോട്ടൽ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളും വേണ്ടത്. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിടണം. പിന്നെ അതേമാതിരി സെറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വാട്ടർ, സീവേജ്, പവർ സപ്ലൈസ് ടു എൻകറേജ് കൺസർവേഷൻ. വെള്ളം ഉപയോഗിക്കുന്നതിലും അതേമാതിരി വേസ്റ്റ് ഒഴിവാക്കുന്നതിലും മലിനജലം ഒഴിവാക്കുന്നതിലും അതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വെൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകും. എസ്റ്റാബ്ലിഷ് ഗൈഡ് ലൈൻ ഫോർ ലോക്കൽ ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് ലിമിറ്റ് അക്സെപ്റ്റൻസ് ചേഞ്ച്. അതേമാതിരി ചില സ്ഥലങ്ങളിൽ അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് വ്യക്തമായിട്ട് എത്രയെന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. പിന്നെ ഓർഗനൈസ് പ്രോപ്പർ ബിൽഡിംഗ്, പാർക്ക്, ലാൻഡ്സ്കേപ്പ് മെയിൻ്റനൻസ്, പബ്ലിക് ഏരിയ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ബിൽഡിങ്, പാർക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഏരിയ, പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ്. അതായത് പ്രകൃതിപരമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും കൂടുതലായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ നോക്കരുത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ പ്രിസർവ് ചെയ്ത് വെക്കണം നമുക്ക്. പിന്നെ പബ്ലിക്കിനെ പറ്റിയിട്ട്, വിസിറ്റേഴ്സിനെ പറ്റിയിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ എക്കണോമിക്കലി നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഫാക്ടറാണ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം. സോഷ്യൽ ബെനിഫിറ്റുകൾ supports development of community, facilitates other local improvement, may enhance the community's sense of place through cultural and historic celebration, encourage civic involvement and community pride, may help to maintain the cultural identity and minority of people that are dying out, may facilitate renewed interest and traditional lifestyles among younger residents, provide cultural exchange between the host and guest, promote peace and understanding. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിൻറ്റ്സ് ആദ്യം വായിച്ചു തരികയാണ്. അതിനുള്ളിലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു സോഷ്യലി ടൂറിസത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണെന്ത്, അവിടുത്തെ ആൾക്കാർ, വേറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ കൾച്ചറുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. അതേപോലെ നമ്മൾ ഹിസ്റ്റോറിക് പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതേപോലെ ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ കൾച്ചർ നമുക്കും പഠിക്കാം, അതേമാതിരി നമ്മുടെ അടുത്ത് നിന്നുള്ള കൾച്ചർ എന്ത് ചെയ്യാം, അവർക്കും പഠിക്കാം. ടൂറിസം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളുണ്ട്, ഡ്രസ്സുകൾ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഈ ടൂറിസം കൊണ്ട് ഒരുപാട് പ്രൊമോഷൻ കിട്ടും.
വരുന്ന ആൾക്കാർ ടൂറിസ്റ്റുകൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരത് മാക്സിമം എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. സോഷ്യൽ ബെനിഫിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഹോസ്റ്റും ടൂറിസ്റ്റും തമ്മിൽ വെൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതോട് കൂടിയിട്ട് അവിടെ നല്ലൊരു സമാധാനം അന്തരീക്ഷം നിലനിൽക്കും. ഇനി സോഷ്യൽ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ടൂറിസം ഡെവലപ്പ് ആക്കുമ്പോൾ കുറച്ച് ചിലവുകൾ നമ്മുടെ അടുത്തുണ്ടാവും. ചിലവുകൾ മീൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ത്യജിക്കേണ്ടി വരും. ആ ത്യജിക്കേണ്ടി വരുന്നത് മേ ഇൻട്രൊഡ്യൂസ് ലൈഫ് സ്റ്റൈൽ ഐഡിയാസ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ദോസ് റെസിഡൻറ്റ്സ്. ഐഡിയാസും ലൈഫ് സ്റ്റൈലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മേ ക്രിയേറ്റ് ക്രൗഡിങ്, അത് ഇൻക്രീസ് ക്രൈം. ക്രൗഡിങ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രൈം കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ലോക്കൽസിൻ്റെ ഇടയിൽ രണ്ട് പേരുടെയും ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് റെസിഡൻറ്റിനെ അത് വരുന്ന ടൂറിസ്റ്റുകളെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, ബിഹേവിയർ, അവരെ പെരുമാറ്റം, സ്പെൻഡിങ് പാറ്റേൺ, അവർ ചിലവഴിക്കുന്നത്, ചിലവർ ഭയങ്കര ബാർഗനിങ് കയറാം. അപ്പോൾ അവിടെ ആകെ പ്രശ്നമാവും. ഇവർ വിൽക്കുന്ന സാധനത്തിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങിക്കാൻ ടൂറിസ്റ്റുകൾ മുൻതിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ക്ലാഷ് കാര്യങ്ങളും ഉണ്ടാവും. അവർ വെൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പരസ്പരമുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, സോഷ്യൽ ഡിസ്ട്രസ് ഉണ്ടാവും. അതോട് കൂടിയിട്ട് അവിടെ എന്താ പറയുക, ക്രൈമ് കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി അത് എങ്ങനെ മിനിമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ റെസിഡൻസിനെ നന്നായിട്ട് ഇൻഫോം ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ടൂറിസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും ടൂറിസ്റ്റിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. പിന്നെ ഒരു മിനിമം ക്വാളിറ്റി, എല്ലാ അവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഒരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതേമാതിരി ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാര്യങ്ങൾ, ആ പ്ലേസിൽ ഉണ്ടാവുന്ന വാല്യൂസ് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ റെസിഡൻറ്റിനെ ഒരു ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് അവരെ ആക്സസ് ചെയ്യണം. ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണം, ഫെസിലിറ്റി സർവീസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സ്ട്രിക്ട്ലി കൺട്രോൾ ഓഫ് ഡ്രഗ്സ്, ക്രൈം ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഒരു ടൂറിസം നഷ്ടപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഡ്രഗ്സിൻ്റെ ഓവർ യൂസേജ് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അതേമാതിരി അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. യൂസ് സെലക്റ്റീവ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, ഡ്രോ ദ റൈറ്റ് കൈൻഡ് ഓഫ് ടൂറിസ്റ്റ്. ആ യഥാർത്ഥ രീതിയിൽ അവിടെ വരേണ്ട ആളാണ് അവരെ മാത്രം മാർക്കറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസിലേക്ക് എല്ലാ ടൂറിസ്റ്റുകളും വിളിച്ചു വരുത്തുന്ന ആവശ്യമില്ല. അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാമെന്ന് അറിയാൻ പറ്റും, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ ദ ലോക്കൽ റെസിഡൻസ് ടു വർക്ക് ഓൾ ദി ലെവൽ ഓഫ് ടൂറിസം. ടൂറിസത്തിൽ നമ്മളെ ഹോസ്റ്റ് കൺട്രി, നമ്മൾ സ്വീകരിക്കുന്ന കൺട്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിനെ ടൂറിസ്റ്റുകളെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളതുമായി ടൂറിസത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർ പഠിച്ചിരിക്കണം. ഹാവ് ഓൺ ഗോയിങ് പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് അബൌട്ട് ടൂറിസം. പബ്ലിക്കിനെ എപ്പോഴും ടൂറിസത്തെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം എന്ത് ചെയ്യണം, നടത്തിക്കൊണ്ടേയിരിക്കണം. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. അതായത് സോഷ്യൽ ഇമ്പാക്റ്റ്, എക്കണോമിക് ഇമ്പാക്റ്റ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. അതിൽ നമ്മൾ കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും ടെക്നിക്സ് ടു മിനിമൈസ് ദാറ്റ് കോസ്റ്റ്, എന്തൊക്കെ രീതിയിലാണ് ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒരുപാട് പോയിൻറ്റ്സ് ഞാൻ വായിച്ചു പോയി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ പോയിൻറ്റ്സാണ്, ഒരുപാട് പോയിൻറ്റ്സ് പറയാനുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ 2 മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.